ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആനിച്ചിച്ചി എന്ന കഥയുടെ അടുത്ത ഭാഗമാണ് കേട്ടോ. അപ്പം കഥയെല്ലാം ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്ത് അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ. കഥ ഇതുവരെയും കേട്ടിട്ടില്ലാത്തവർക്ക് ഞാനിന്ന് പറയുന്ന ശബ്ദം നന്ദന്റെയാണ് കേട്ടോ. അപ്പം നന്ദനും ആനിച്ചേച്ചിയും അയൽക്കാരാണ്. അയൽക്കാരായ അനിച്ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നു ജോർജേട്ടൻ. ജോർജേട്ടൻ എപ്പോഴും കുടിച്ച് കള്ളുഷാപ്പിലാണ്. അതാണ് അയാളുടെ ഹോബി. പിന്നെ എന്ത് സഹായത്തിനും ആനിച്ചേച്ചിക്ക് തുണയായിട്ടുള്ളത് നന്ദനായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് കഥയിലേക്ക് പോയാലോ. ഞാൻ വാഴമുറ്റത്ത് നിന്ന് പല്ല് തേക്കിയായിരുന്നു. ആ സമയത്തായിരുന്നു അപ്പോഴായിരുന്നു ആനിച്ചേച്ചി അവിടേക്ക് ഇറങ്ങി വന്നത്. ഇന്നലത്തെ മഴയുടെ എല്ലാ ലക്ഷണവും ഇന്ന് തന്നെയുണ്ട്. മുറ്റത്താണെന്നുണ്ടെങ്കിൽ വെള്ളവും ചെളിയും എല്ലായിട്ട് കയറി കിടക്കുകയാണ്. ആനിച്ചേച്ചിയാണെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആനിച്ചേച്ചിയെ നോക്കി. ഒരു നൈറ്റി ആയിരുന്നു വേഷം. അപ്പൊ തന്നെ ഞാൻ ആനിച്ചേച്ചി ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചു. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ആനിച്ചേച്ചി പറഞ്ഞു, നല്ല മഴയായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് നോക്കി. അവിടെ മൊത്തം വെള്ളപ്പൊക്കമായിട്ടൊക്കെ കിടക്കുന്നു. ആ സമയത്ത് തന്നെ ഇന്നലെ രാത്രി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം ഏകദേശം 12 മണിയായിരുന്നു. ഞാൻ ഓരോ കാര്യങ്ങളെല്ലാം അനുചേച്ചിക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. ഇന്നാണെന്നുണ്ടെങ്കിൽ ജോർജ് ചേട്ടൻ എന്തെന്ന് ഞാൻ കൈപൊക്കി കാണിച്ചു. എവിടെ പോയെന്ന് ചോദിച്ച സമയത്ത് തന്നെ അനുചേച്ചി ഒരു കൂർക്കമ്പലിയുടെ ആ ഒരു ശബ്ദം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ കളർഷാപ്പിലോട്ട് പോയിട്ടുണ്ട് എന്നാണ് അനുചേച്ചി കാണിച്ചതിന്റെ ആ ഒരു സിമ്പല്. അപ്പൊ തന്നെ അമ്മ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ അമ്മ വന്നപ്പോൾ തന്നെ അനുചേച്ചി അങ്ങോട്ട് മാറി. അങ്ങനെ ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്ക് എന്ന് പറയുന്ന സമയത്ത് തന്നെ ആനിച്ചിച്ചി എന്നെ ഒന്ന് നോക്കി. കഴിച്ചിട്ട് ഇങ്ങോട്ട് വരണേ എന്ന് ആനിച്ചിച്ചി ഒന്ന് രഹസ്യമായിട്ടുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ കൈപൊക്കി ഒന്ന് കാണിച്ചു. വാ വാ ഓക്കെ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചത്. അപ്പൊ തന്നെ ആനിച്ചേച്ചിക്ക് സന്തോഷമായി. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിയിരുന്ന സമയത്ത് തന്നെ അമ്മ ഭക്ഷണം വിളമ്പി. ഞാൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. അങ്ങനെ ഭക്ഷണം കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പുറത്തെ ആനിച്ചേച്ചിയുടെ വീട്ടിലോടൊന്ന് പോവാ, അവിടെ എന്തോ പ്ലംബിങ്ങിന്റെ പണിയുണ്ടമ്മേ എന്ന് ഞാൻ പറയുന്ന സമയത്ത് അമ്മാനെ പറഞ്ഞു, നീ ഇപ്പൊ അങ്ങോട്ടൊന്നും പോകണ്ട. എന്തിനാ എപ്പോഴെപ്പോഴും അങ്ങോട്ടൊക്കെ പോകുന്നത്? അവിടെ ആരുമില്ലല്ലോ, നീ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് എന്നെ അമ്മ അവിടെ പിടിച്ചിരുത്തി. ആ സമയത്ത് എനിക്കാണെന്നുണ്ടെങ്കിൽ ആനിച്ചേച്ചി വിളിച്ചതായിരുന്നു, പക്ഷേ പോകാനും കഴിയുന്നില്ല. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അമ്മയടുത്ത് വേറെ എന്തിട്ട് പറഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഒരു ഉദ്ബുദ്ധി തോന്നിയത്. മറ്റൊന്നും ആയിരുന്നില്ല, എങ്ങനെങ്കിലും പുറത്തേക്ക് ഇറങ്ങാം, പിന്നെ ക്രിക്കറ്റ് കളിക്കാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാം, പിന്നെ അമ്മ കാണണ്ട എന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ അതൊന്നും നടക്കുന്നില്ല. അപ്പൊ തന്നെ ഞാൻ ആനിച്ചേച്ചിയെ ജനാലയിൽ കൂടെ വിളിച്ചു കാണിച്ചു, അമ്മ കുറച്ച് സീനാണ്, പിന്നെ വരാം. ആനിച്ചേച്ചി മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അമ്മയ്ക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്, നീ എൻ്റെ അടുത്ത് വരുന്ന കാര്യമൊന്നും അവിടെ പറയണ്ട എന്ന്. അപ്പൊ തന്നെ ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴും പിന്നെ ക്രിക്കറ്റിന്റെ നമ്പർ ഇറങ്ങി പുറത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഉച്ചയൂണും കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ചെന്ന് അമ്മയുടെ തന്നെ പറഞ്ഞു, അമ്മേ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോവാ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇടവഴിയിൽ നിന്നിങ്ങനെ പരതി കളിക്കുന്ന സമയത്തായിരുന്നു നേരെ ജോർജേട്ടൻ അവിടേക്ക് വരുന്നത്. ജോർജേട്ടനാണെങ്കിൽ അത്യാവശ്യം നല്ല വണ്ണവും നീളവും എല്ലാം ഉള്ള ഒരാളായിരുന്നു. ആനിച്ചേച്ചിയും അതേപോലെ തന്നെ. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു മാച്ചാണ് കാണാനായിട്ട്. പെട്ടെന്ന് ജോർജേട്ടനെ കണ്ട സമയത്ത് തന്നെ ഞാൻ തിരിഞ്ഞു നടന്നു. ആ സമയം ആളെന്നെ വിളിച്ചു, ദാ നീ എവിടെ പോന്നു എന്ന് ചോദിച്ച് ഒന്ന് വിളിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ജോർജേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പം പോകണ്ട, നീ എൻ്റെ കൂടെ വാ, കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ആ സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്നെ വിളിച്ചുകൊണ്ട് ജോർജേട്ടൻ അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെയായിരുന്നു ആനിച്ചേച്ചി ഉണ്ടായിരുന്നത്. ഞാൻ അവിടേക്ക് തന്നെ ഇറങ്ങിയതായിരുന്നു, പക്ഷേ ജോർജേട്ടനെ കണ്ടപ്പോൾ തിരിഞ്ഞു നടന്നാണ്. അപ്പൊ തന്നെ ജോർജേട്ടൻ എന്നെ കൈയോടെ പിടിച്ചു. അങ്ങോട്ട് പിടിച്ചോണ്ട് പോയതിനു ശേഷം അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. എടി ആനി, അവനൊരു ജ്യൂസ് എന്തെങ്കിലും ഒന്ന് കൊടുത്തേ, നമ്മുടെ അയൽക്കാരൻ ചെക്കനാണേ എന്ന് പറഞ്ഞ് ആനിച്ചേച്ചി അടുത്ത് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആനിച്ചേച്ചി എന്നെയൊന്ന് നോക്കി, ശേഷം ജോർജേട്ടനെ ഒന്ന് നോക്കി, എന്നിട്ട് നേരെ അടുക്കളയിലോട്ട് കയറിപ്പോയി. ആനിച്ചേച്ചി ഒരു നിമിഷം കണ്ടപ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളൊരു മുഖഭാവം ഉണ്ടായിരുന്നു. ജോർജേട്ടൻ എന്നെയും പിടിച്ചുകൊണ്ട് വന്നതിന്റെ അതെന്തിനുള്ള ഗുഡൻസ് ആണ് എന്ന് ആനിച്ചേച്ചിയും മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ആ ഒരു സോഫയിലിരുന്നു. കുറച്ച് സമയം ജോർജേട്ടൻ എന്നെയും നോക്കുന്നുണ്ടായിരുന്നു. ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എവിടെ പോകാനായിട്ട് ഇറങ്ങിയതാ? ഞാൻ പറഞ്ഞു, ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇറങ്ങിയതാണ്.
ഓ, ഇപ്പൊ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? ജോലിക്കൊന്നും പോകുന്നില്ലേ? എന്നൊക്കെ അയാൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ മറുപടി പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരായിരുന്നു ചേട്ടാ, ഇപ്പം വന്നതേ ഉള്ളൂ ലീവിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതാണ് ഇന്ന് ക്രിക്കറ്റ് കളിക്കാനൊക്കെയാണ് ഇറങ്ങിയത്. ഉം, ആയിക്കോട്ടെ എന്നൊക്കെ അയാളിങ്ങനെ പറയുന്ന സമയത്ത് ആനി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ആ വാതിലിൻ്റെ അരികിൽ വന്നിട്ട് എന്നെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ ഇന്ന് കഴിഞ്ഞുകൊണ്ട് കാണിച്ചു, എന്തിനാ അയാൾ വിളിച്ചുകൊണ്ട് വന്നത് എന്നാണ് ആനി ചേച്ചി ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ തിരിച്ച് ആംഗ്യം കാണിച്ചു. ആ സമയത്ത് തന്നെ ജോർജേട്ടൻ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു. നീ കള്ളു കുടിക്കുമോ എന്നൊരു ചോദ്യം. ആ സമയത്ത് തന്നെ ഞാൻ ജോർജേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല. അങ്ങനെ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആനി ചേച്ചി ജ്യൂസുമായിട്ട് വന്നു, എനിക്കും ജോർജേട്ടനുമായിട്ട്. ആ സമയത്ത് തന്നെ ആനി ചേച്ചി അടുത്ത് ജോർജേട്ടൻ പറഞ്ഞു എനിക്കിപ്പം ഇതൊന്നും വേണ്ട, ആകെ വയറ്റിലെല്ലാം ഉണ്ട്, നീ അവന് കൊടുക്ക് എന്ന് പറഞ്ഞ് എനിക്കെടുത്ത് തന്നു ആ ജ്യൂസ്. അത് കുടിച്ചോണ്ട് ഞാൻ ആനി ചേച്ചിയെ നോക്കി. ആ സമയം ബാക്കി വന്ന ആ ഒരു ജ്യൂസും കാര്യങ്ങളും ജോർജേട്ടൻ ആനി ചേച്ചിക്ക് എടുത്തു കൊടുത്തു. ഇത് നീയും കുടിക്കുക, നീയും കുറച്ച് നേരം ക്ഷീണിച്ചതല്ലേ എന്ന് പറഞ്ഞ് ആനി ചേച്ചിക്കും കൊടുത്ത സമയത്ത് ആനി ചേച്ചി അത് കുടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നിൽക്കുകയായിരുന്നു. എന്താണ് ജോർജേട്ടൻ പറയാൻ പോകുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചത്. എടാ മോനെ, ഇവിടുത്തെ പൈപ്പിലാണെന്നുണ്ടെങ്കിൽ 2 ദിവസമായിട്ട് വെള്ളമൊന്നും വരുന്നില്ല. ഞാൻ എത്ര നോക്കിയിട്ട് നടക്കുന്നൊന്നുമില്ല, നീ ഒന്ന് പോയി നോക്കോ എന്ന് ജോർജേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവിടേക്കൊന്ന് ശ്രദ്ധിച്ചു. അവിടുത്തെ പൈപ്പിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് നേരത്തെ ആനി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ ജോർജേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഇതിനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ജോർജേട്ടൻ ആനി ചേച്ചി എടുത്ത് പറഞ്ഞു, നീ ഒരു ഗ്ലാസ്സിനെടുത്തേ, പിന്നെ കുറച്ച് വെള്ളം എടുത്തോ, പിന്നെ ഇവന്റെ കൂടെ അങ്ങോട്ട് ചെല്ല്, എന്താന്ന് വെച്ചാൽ ബാത്റൂമിലുള്ള കാര്യങ്ങൾ നോക്ക്, വെറുതെ എപ്പോഴും എന്നെ ശല്യം ചെയ്യാൻ വരരുത്. ഞാനിപ്പോൾ ഇവനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം അവനാണ് നോക്കേണ്ടത്. വൈകുന്നേരമാണെങ്കിൽ ഇവൻ എന്താന്ന് വെച്ചാൽ കൂലിയും കാര്യങ്ങളും കൊടുത്തേരെ, കുഴപ്പമില്ല. അവൻ ബാംഗ്ലൂരിലൊക്കെ പോയി പണിയെടുക്കുന്ന ചെറുക്കനല്ലേ, അത് ചെയ്യട്ടെ എന്ന് ആനിച്ചേച്ചിയോട് ചേട്ടൻ പറഞ്ഞു. ജോർജേട്ടൻ്റെ വാക്കം കേട്ട് ആനിച്ചേച്ചി ഒന്ന് തലയാട്ടി. കാരണം ജോർജേട്ടൻ ഒരു ഗൗരവക്കാരനാണ്. അതുകൊണ്ട് തന്നെ ആനിച്ചേച്ചിക്ക് ചെറിയ പേടിയും കാര്യങ്ങളും ജോർജേട്ടനിലുണ്ടായിരുന്നു. പിന്നെ ആളൊരു മുഴുക്കൊടിയനും കൂടെ അല്ലേ, അതുകൊണ്ട് തന്നെ ചെറിയ പേടി എന്തൊക്കെയാലും ആനിച്ചേച്ചിക്കുണ്ട്. അങ്ങനെ ആനിച്ചേച്ചി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്നു നേരെ ആ ഒരു വാഷ്റൂമിലേക്ക്. അവിടുത്തെ പൈപ്പും കാര്യങ്ങളൊക്കെ പൊട്ടിക്കിടക്കുകയാണെന്ന് എനിക്ക് തന്നെ അറിയായിരുന്നു. ഞാൻ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അതൊരു കമ്പ് കുത്തി വെച്ചേക്കാണ്. ഞാൻ പെട്ടെന്ന് ആനിച്ചേച്ചി അടുത്ത് ചോദിച്ചു, ഇതെന്താ ചേച്ചി, ഇവിടെ മൊത്തം കമ്പ് കുത്തി പൈപ്പ് വെച്ചേക്കാണല്ലോ. പെട്ടെന്ന് ആനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടുത്തെ ഇങ്ങനത്തെ പരിപാടിയെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്, ഇതൊക്കെ ഓരോ അവസ്ഥയും കാര്യങ്ങളുമാണ്. ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയേക്കോളൊന്നും തോന്നുന്നില്ല ചേച്ചി, ചേച്ചിയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്ത് പുല്ല് വേണമെങ്കിലും കാണിക്കാം, അങ്ങനെ ഒന്ന് എണീറ്റ് പോയാൽ മതി എന്ന് മാത്രമേ എനിക്കിപ്പോൾ ഒരു ഇതുള്ളൂ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും, നിന്നെയും വിളിച്ചുകൊണ്ട് വന്ന് ശല്യമൊക്കെയല്ലേ എന്ന് ആനിച്ചേച്ചി ഒരു ദയനീയത പോലെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം തന്നെ ഞാൻ മറുപടി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ആകെപ്പാട് ഇപ്പം ഞാനാ വരുന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ അടുത്ത് മാത്രമേ കുറച്ച് നേരം സംസാരിക്കാൻ, പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ വിട്ടതുമില്ല. ചേച്ചി പറഞ്ഞ കണക്ക് ഒരവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ചേച്ചിയുടെ അടുത്ത് കുറച്ച് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഇപ്പോഴല്ലേ ഒരു അവസരം കിട്ടത്തുള്ളൂ, അതും ജോർജേട്ടൻ പറഞ്ഞ് ഇങ്ങോട്ട് വരികയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ തന്നെ അനുചേച്ചി പറഞ്ഞു, നീ ഇങ്ങോട്ട് വരുന്നതാണ് എനിക്കൊരു സമാധാനവും കാര്യങ്ങളൊക്കെ, ഏതായാലും നീ ഒന്ന് നോക്കി നോക്ക്, നിന്നെ കൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടുത്തെ പണിയെല്ലാം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു സ്പാനറോ എന്തെങ്കിലും എടുത്തോണ്ട് വരുമോ, അത് നമുക്ക് വലിച്ചു വരണം, ആ ഒരു കമ്പ് കാര്യങ്ങളൊക്കെ ഞാൻ പിടിച്ചിട്ട് വരുന്നില്ല. അപ്പൊ തന്നെ ഞാനിത് ആ ഒരു കമ്പ് വലിച്ചു വരുന്ന സമയത്ത് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഞാൻ ആനിച്ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയും കൂടെ ഒന്ന് കയറി നിന്നേ, ഒന്ന് വലിച്ചു വരാൻ നോക്ക്, അതെന്തോ അമർത്തി വെച്ചേക്കാണ്. ആ ഒരു കമ്പിന്റെ പ്രത്യേകത എന്താൽ അതിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നാണെങ്കിൽ വെള്ളം ഹിറ്റിറ്റ് ഇങ്ങനെ വീണോണ്ടിരിക്കുക. എന്നാൽ അതാണെന്നുണ്ടെങ്കിൽ ഊരിയിട്ട് ഇറങ്ങുന്നുമില്ല. ജോർജേട്ടൻ കള്ളൊക്കെ കുടിച്ചു വന്ന് ബോധമില്ലാതെ എന്തോ ചെയ്തു വെച്ചതാണ്. അപ്പൊ തന്നെ ഞാൻ വീണ്ടും വലിച്ചു വരാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ ആനിച്ചേച്ചി അടുത്ത് ഞാൻ ചോദിച്ചു, ഇതിങ്ങനെ കുത്തി കയറ്റിനകത്ത് വല്ലാത്ത അവസ്ഥയാണല്ലോ ചേച്ചി. അങ്ങേരെന്തോ കാണിച്ചു വെച്ചാണേ, നമുക്ക് നോക്കാം വലിച്ചു വരാനായിട്ട്. അങ്ങനെ ഞാനും ആനിച്ചേച്ചിയും കൂടെ വലിച്ചു വരാനായിട്ട് ശക്തിയായിട്ടിട്ട് പിടിച്ചു. അങ്ങനെ പതുക്കെ ആ കമ്പ് ഊരി വന്നു. പെട്ടെന്ന് തന്നെ ആ വെള്ളം തെറിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെയും ദേഹത്തേക്ക് വീണു.
ഞാൻ അനുചേച്ചിയും ഓരോ സൈഡിലേക്ക് ഒഴിഞ്ഞു മാറി. വെള്ളം അവിടെല്ലാം തട്ടി വീഴുന്നുണ്ടായിരുന്നു. അയ്യോ, ഇത് മുഴുവൻ പോയല്ലോ മോനെ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാനത് പിടിച്ചു നിർത്താൻ നോക്കി. അപ്പൊ തന്നെ എൻ്റെ ശരീരം മൊത്തം വെള്ളം നനഞ്ഞ് ആകെ കുളിച്ചു വാരിയിരുന്നു. ആനിച്ചേച്ചിയും അതുപോലെ തന്നെ. ആ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആനിച്ചേച്ചി അടുത്ത് പറഞ്ഞു, ചേച്ചി അപ്പുറത്ത് പോയി ആ മോട്ടർ ഒന്ന് അടച്ചേരെ, അല്ലെന്നുണ്ടെങ്കിൽ രക്ഷയില്ല. എടാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ആ വെള്ളം വരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേരെ, അല്ലാതെ നമുക്ക് പണി നടക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ ഞാൻ ആനിച്ചേച്ചിയോട് പറഞ്ഞു. അപ്പൊ തന്നെ ആനിച്ചേച്ചി അപ്പുറത്തേക്ക് ഓടി. ഞാൻ ഓടുന്നത് കണ്ട് ഞാനും കൂടെ പോയി. ആനിച്ചേച്ചി അത് പൂട്ടാൻ വേണ്ടിയിട്ട് കുറേയധികം ശ്രമിക്കുന്നുണ്ട്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ ചെന്നു. ശേഷം ആനിച്ചേച്ചിക്ക് ഒരു ഹെൽപ്പ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ആനിച്ചേച്ചിയോട് ആ കാര്യം പറഞ്ഞു. ചേച്ചി, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ആനിച്ചേച്ചി അടുത്തുനിന്ന് ഞാനത് ആ പൈപ്പ് തിരിച്ചു. അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കിയ ശേഷം ഞാനും ആനിച്ചേച്ചിയും ഒന്ന് ദീർഘശ്വാസം വിട്ടു. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞങ്ങൾ വാഷ്റൂമിലേക്ക് പോയത്. അവിടെയാണെന്നുണ്ടെങ്കിൽ പൈപ്പ് പൊട്ടി കിടക്കുകയാണല്ലോ, അതെങ്ങനെയെങ്കിലും റെഡിയാക്കണം. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നേരെ ഞാൻ നോക്കുന്ന സമയത്ത് തന്നെ ജോർജേട്ടൻ കസേരയിൽ ഇങ്ങനെ ചാരി കിടക്കുകയായിരുന്നു, ഒരുതരം ബോധമില്ലാത്ത രീതിയിൽ. ഞാൻ ആനിച്ചേച്ചി വിളിച്ച് കാണിച്ചു, ദേ അത് നോക്കിയേ, എന്നെ പണിയെല്ലാം ഏൽപ്പിച്ചിട്ട് ചേച്ചിയും പണി നിന്നിട്ട് ആള് കിടക്കുന്ന കിടപ്പ് നോക്ക് എന്ന് തന്നെ ആനിച്ചേച്ചിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വാഷ്റൂമിൽ തന്നെ അങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ പമ്പിങ്ങിന്റെ പണിയെല്ലാം ചെയ്യുന്നുണ്ട്. ഓരോ പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ആനിച്ചേച്ചി ഓരോന്നോരോന്നായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ മറ്റാർക്കും തോന്നാത്ത ഒരു സ്നേഹവും കരുതലും ആനിച്ചേച്ചിയിൽ ഞാൻ കണ്ടു. ആ ടൈമിൽ തന്നെ ഞാൻ ആനിച്ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയനെ കേട്ടോ. ഈ മനുഷ്യനെ കൊണ്ട് ഇങ്ങോട്ട് വന്നു കയറി പിന്നെ ഈ പണി മൊത്തം ഞാൻ ചെയ്യേണ്ടി വന്നേനെ. പിന്നെ ഞാനിങ്ങോട്ട് വരുന്നത് തന്നെ ചേച്ചി ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്, ചേച്ചിക്ക് എന്തെങ്കിലും സഹായിക്കാൻ വെച്ചിട്ട്. അല്ലാതെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പോകുന്ന ആളൊന്നുമല്ല എന്ന് പറയുമ്പോൾ അനുചേച്ചി എന്നെ പറഞ്ഞു, അതെനിക്കറിയാടാ, നീ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണെന്ന് എനിക്കറിയാം എന്ന് അനുചേച്ചി പറഞ്ഞു നിർത്തി. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ സംസാരമെല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടിരിക്കാനായിട്ട്. അപ്പൊ തന്നെ ഞാനും അനുചേച്ചിയും കൂടെ അവിടെ നിന്ന് ഓരോന്നും ഇങ്ങനെ റെഡിയായി. പെട്ടെന്ന് ആനച്ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ, എൻ്റെ ദേഹം മൊത്തം നനഞ്ഞിട്ടുണ്ട്, ആകപ്പാട് വെള്ളമെല്ലാം വീണ് ഒരു കുളമായിട്ടുണ്ട്, നേരെ പോയി ഇനി ഡ്രസ്സും മാറിയിട്ട് വരണോ? അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ആനച്ചേച്ചി ഇതും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇനിയും ചില സമയത്ത് ഞാൻ വെച്ചതായതുകൊണ്ട് പറയാൻ പറ്റില്ല, വെള്ളം തെറിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയായാലും നമ്മൾ രണ്ടുപേരും അഴുക്കായി, ഇനിയിപ്പോ നേരെ പോയിട്ട് ഉടനെ ഡ്രസ്സ് മാറണമെന്നൊന്നുമില്ല, ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് പോവാം, അതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ ആനച്ചേച്ചി ഒന്ന് ദീർഘശ്വാസം വിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഓക്കെയും പറഞ്ഞു. ആനച്ചേച്ചി കുറെ നേരമായിട്ട് അങ്ങനെ ഒരേ നിൽപ്പാണ്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ആനച്ചേച്ചിക്ക് കാല് കഴിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇരുന്നോളൂ കേട്ടോ, ഇപ്പൊ ഇങ്ങനെ നിന്ന് നിന്ന് ഇങ്ങനെ പണി ചെയ്യണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നാൽ മതി എന്ന് പറയുന്ന സമയത്ത് ആനച്ചേച്ചിയാണെന്നുണ്ടെങ്കിൽ നേരെ ആ നിന്ന നിൽപ്പിൽ അവിടെ തന്നെ ഇരുന്നു. കാല് കഴിക്കുന്നുണ്ട് കുഞ്ഞ് എന്ന് മാത്രം ആനിച്ചേച്ചി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു ബാത്റൂമിനുള്ളിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു. എല്ലാം ഉറപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു വെച്ചു. പിന്നാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഇരുന്ന ബക്കറ്റിലെ വെള്ളം അതെടുത്ത് ഞങ്ങളെല്ലാം നിലത്തൊഴിച്ചു. ആ സമയത്ത് മൊത്തം ചെളിയും മണ്ണുമായിട്ട് ബാത്റൂം മരമായി കിടന്നത്. അതിനുശേഷം എല്ലാം റെഡിയാക്കി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ആനിച്ചേച്ചിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ടയേർഡായിരുന്നു. അപ്പോഴും ജോർജേട്ടൻ സോഫയിൽ കിടന്ന് കുറുക്കം പിടിച്ച് കിടന്ന് ഉറങ്ങുന്നു. ഞാൻ ആനിച്ചേച്ചി അടുത്ത് പറഞ്ഞു, ചേച്ചി ആകെ ടയേർഡായിട്ടുണ്ട്, ആദ്യം നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡീഹൈഡ്രേഷനൊക്കെ വരത്തില്ലേ, അതിനൊക്കെ നല്ലത് വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് നിൽക്കുന്നതല്ലേ എന്ന് ഞാൻ ആനിച്ചേച്ചിയോട് ചോദിക്കുമ്പോൾ ആനിച്ചേച്ചി പറഞ്ഞു, നമുക്കെന്തെങ്കിലും നാരങ്ങ വെള്ളം പിഴിഞ്ഞുകൊണ്ട് ഞാൻ വരാം, നിനക്കും തരാം എനിക്കും തരാം, നമുക്കെങ്ങനെ അത് കുടിച്ചാലോ എന്ന് പറയുമ്പോൾ ആ ചേച്ചി നമുക്കെന്തെങ്കിലും പിന്നെ അതാവാം എന്ന് പറഞ്ഞ് ആനച്ചേച്ചി നേരെ നാരങ്ങ പിഴിയാനായിട്ട് പോയി. കൂടെ ഞാനും ചെന്നു സഹായിക്കാനായിട്ട്. എന്നിട്ട് ആനച്ചേച്ചിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾക്കായിട്ടും ഞാനെപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട് തന്നെ ആനച്ചേച്ചിക്ക് അതൊരു നല്ല ഉപകാരം തന്നെയായിരുന്നു. അങ്ങനെ ആ നിമിഷം ഞാനും ആനച്ചേച്ചിയും കൂടെ ആ ഒരു അടുക്കളയിൽ തന്നെ നിന്ന് ആ നാരങ്ങ വെള്ളം മുഴുവൻ കുടിച്ചു. ആ സമയവും ജോർജേട്ടൻ കിടന്ന് ഉറങ്ങുവാണോ എന്താണെന്ന് അറിയത്തില്ല.
ഞാൻ ആനച്ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, എന്തൊരു ഉറക്കമാണ് ചേച്ചി, രാത്രിയിലും ഇത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ആനച്ചേച്ചി എന്നെ പറഞ്ഞു, അതെ, രാത്രിയിലാണെങ്കിൽ ഇതിനപ്പുറമാണ്, ചിലപ്പം വന്നിട്ട് വാളുവെക്കും കാര്യങ്ങളും അതെല്ലാം ആയിരിക്കും. പിന്നെ നമ്മളെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത്രമാത്രം. അങ്ങനെ ഒരു നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എല്ലാം ഒന്ന് ചുറ്റി വന്നു. ശേഷം എല്ലാം മുറിയുടെ എല്ലാം നോക്കിയിട്ട് വന്ന സമയത്ത് ആനച്ചേച്ചി മൊബൈലും കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, ഇന്നലെ തൊട്ടേ ആനച്ചേച്ചിക്ക് മൊബൈലിൽ ഓരോ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. എന്താ ചേച്ചി, മൊബൈൽ പഠിപ്പിച്ചു തരാനാണോ എന്ന് ചോദിക്കുമ്പോൾ അനുചേച്ചി എന്നെ അങ്ങോട്ട് വിളിച്ചു, ഇനി വന്നേനി, ഇതെന്താ ഇങ്ങനെ വരുന്നത്? അപ്പൊ തന്നെ ഞാനെടുത്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഗൂഗിളിനകത്ത് എന്തോ സെർച്ച് ചെയ്യുമായിരുന്നു ചേച്ചി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ അടുക്കളയിൽ ചിലപ്പോൾ റേഞ്ച് കിട്ടത്തില്ല, നമുക്ക് അങ്ങോട്ട് എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കാം, എങ്കിലേ റേഞ്ച് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആനച്ചേച്ചിയും പിടിച്ചുകൊണ്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ വാഴത്തോപ്പിലേക്ക് പോയി. അവിടെ നല്ല റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാനും ആനച്ചേച്ചിയും കൂടെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കുകയായിരുന്നു. ആ നിമിഷം തന്നെ ആനച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കിതെല്ലാം അറിയാമല്ലേ, നീ ഉള്ളതാ വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ആനച്ചേച്ചിക്ക് ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പം തന്നെ ഞാൻ ആനച്ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇന്ന് ഒരുപാട് സ്പെഷ്യലായിട്ടുണ്ടല്ലോ, ഇന്നലെ കണ്ടതുപോലെ ആയിരുന്നില്ല ഇപ്പം, ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിങ്ങിലൊരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് പറയുന്ന സമയത്ത് അനുചേച്ചി എന്നെ പറഞ്ഞു, ഇന്നലെ നീ തന്നെയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടക്കണമെന്നൊക്കെ, അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് സെറ്റാക്കി എടുത്തത് എന്ന് അനുചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ അനുചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു, കൊള്ളാം, പിന്നെ ഈ മുടി കൂടി കുറച്ചുകൂടെ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ അനുചേച്ചിയുടെ അടുത്ത് പറയുമ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ശ്രമിക്കാം ഓരോ കാര്യങ്ങൾ, പിന്നെ നീ ഹെൽപ്പ് ചെയ്ത് തരുമല്ലോ, അത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അനുചേച്ചിയും കൂടെ അവിടെ നിന്ന് തമാശ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ വാഴത്തോപ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ചു. അപ്പൊ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അനുചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു ആൻസറും കാര്യങ്ങളൊക്കെ അനുചേച്ചിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിനു ചുറ്റും ഇങ്ങനെ നടന്നു. ജോർജേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണല്ലോ. പിന്നെ ഞങ്ങൾ ഒരു കൊച്ചു കുട്ടികളെ പോലെ അവിടെ ഇവിടെയൊക്കെ തെണ്ടിത്തിരിച്ച് നടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടി. അപ്പൊ തന്നെ ആനച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ബാംഗ്ലൂർ പോകുമ്പോ എന്നെ കൂടെ കൂട്ടില്ലേ, നീ അന്ന് പറഞ്ഞതുപോലെ. ഞാൻ പറഞ്ഞു, നോക്കാം ചേച്ചി, ചേച്ചി ഇവിടുന്ന് വിടത്തില്ലല്ലോ. അപ്പോൾ ആനച്ചേച്ചി എൻ്റെ പുറത്ത് ഒരു ചെറിയ ചവിട്ട് വന്നിട്ട് അന്നേരം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞേ ബാംഗ്ലൂർ പോകുന്ന സമയത്ത് നീ എന്നെയും കൂടെ കൊണ്ടുപോകാം, ആ സമയത്ത് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ മതിയെന്ന്, എന്നിട്ടിപ്പം കാലമായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ചുമ്മാ പറഞ്ഞതാ ചേച്ചി, ചേച്ചിക്ക് എപ്പോഴാണ് പോകേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം. അവിടെ എങ്ങനെയാ കാണാനൊക്കെ നല്ല പ്ലേസസ് ഒക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, എല്ലാ തരത്തിലുള്ള പ്ലേസസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചേച്ചി വന്നാൽ മാത്രം മതി, നല്ലതായിരിക്കും. പിന്നെ എല്ലാത്തിനും ഒന്ന് അടിച്ചു പൊളിച്ച് കാണേണ്ടത് ചേച്ചിയുടെ കാര്യങ്ങളാണ് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു നിർത്തി. ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കുന്നുണ്ട് അവിടെ വന്നിട്ട്, അപ്പോൾ നീയും കൂടെ കാണണം കേട്ടോ. അവിടെ വന്നിട്ട് ചേച്ചി ഒരു ജോലി നോക്കണം, എങ്കിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ, എൻ്റെ ജോലിയിൽ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അനുചേച്ചി എന്നെ പറഞ്ഞു, അത് ഞാൻ നോക്കാം, പിന്നെ അവിടെ സെറ്റായിട്ട് നിൽക്കാൻ പറ്റുമല്ലോ അല്ലേ? ഞാൻ റൂമും കാര്യങ്ങളൊക്കെ നോക്കാം, ഹോസ്റ്റലാണ്, പിന്നെ കുറെ പെൺപെണ്ണുങ്ങൾ കാണാം അവിടെ, എന്നിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഇവിടെ വിളിച്ച് പറഞ്ഞാൽ മതി ഇവിടെത്തിയെന്ന്, അന്നേരം പിന്നെ ആരും മൈൻഡ് ആകത്തില്ല എന്ന് ഞാൻ അനുചേച്ചിയിട്ട് തന്നെ പറഞ്ഞു. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ട് ഉത്സാഹിക്കായിരുന്നു നിന്റെ കൂടെ വരാൻ വേണ്ടിയിട്ട്. നീ നിന്റെ കൂടെ വന്നിട്ട് വേണം ഇവിടെ എല്ലാവരും പറയാൻ. ആ സമയത്ത് ഞാനും അനുചേച്ചിയും കൂടെ അവിടേക്ക് നോക്കി. അമ്മ അവിടെ എന്തിനും പോകാൻ റെഡിയാവുമായിരുന്നു. ആ സമയത്ത് അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഇവിടെ നിൽക്കും, ജോർജേട്ടനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പൊക്കോളും, പിന്നെ ഇതുപോലെ എന്തെങ്കിലും കഥയോ കാര്യങ്ങൾ പറഞ്ഞിരിക്കാം, നിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ കുറേ കഥയുണ്ടല്ലോ, കേട്ടിരിക്കാമല്ലോ എന്ന് അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറി വന്നു.
ജോർജ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ എവിടെ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പോൾ അനുചേട്ടി എന്നെ നോണ്ടിയിട്ട് പറഞ്ഞു, ദേ അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആ ചേച്ചി പോയച്ചു വരട്ടെ. അങ്ങനെ പറഞ്ഞു നിർത്തി. അങ്ങനെ ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അടുത്ത ഭാഗത്തിൽ. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ഭാഗമായിട്ട് വരാം. ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം. അപ്പം നമുക്ക് പുതിയ കഥകൾ ഇടാം കേട്ടോ. ബൈ.